ഞാൻ പഠിച്ച കോളേജിലാണെങ്കിൽ നമ്മൾ ചെന്നൊരു 4-5 മാസം 5-6 മാസം എന്തോ കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ പോസ്റ്റിങ് തുടങ്ങി. അപ്പം രാവിലെ ഡ്യൂട്ടിക്ക് പോകണം, ഉച്ച കഴിഞ്ഞ് ക്ലാസ്സിൽ പോകണം, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം എങ്ങനെയും ഈ തൊല്ല പിടിച്ച് ഡ്യൂട്ടി ഒന്ന് ക്യാൻസലാവണം അല്ലെ പീഡനമൊക്കെ ഓർത്താണ് ഞാൻ രാവിലെ എണീക്കുന്നത് തന്നെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം നമ്മുടെ കോളേജിൽ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം നടക്കുന്നത്. അതായത് ഒരു കുട്ടി മരിച്ചു. അത് പറയാമെന്ന് എനിക്കറിയത്തില്ല, മരിച്ചു. അപ്പം ഹോസ്റ്റലിലാണ് ഈ പറഞ്ഞ കുട്ടി മരിക്കുന്നത്. അപ്പം ഞങ്ങൾ 6 മണിക്ക് ഉള്ള ബസ്സിന് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങുകയുമാണ്. മേളിൽ ടെറസേന്ന് ഭയങ്കര ഒച്ചയും വെള്ളമൊക്കെ കേൾക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാരണം തള്ളിയെടുത്ത് ബസ്സേക്ക്. അപ്പം ഞങ്ങൾക്ക് ഈ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം ഞങ്ങൾ അധികം മിണ്ടിയിട്ടൊന്നും കണ്ടിട്ട് പോലും ഇല്ല കാര്യം പറഞ്ഞാൽ. കുറച്ച് നാളെ ഞങ്ങളുടെ ക്ലാസ്സിൽ 95 പേരുണ്ട്, എല്ലാവരെയും മറ്റും അറിയത്തില്ല. അപ്പം ഞങ്ങൾ എന്തായാലും ബസ്സായിരുന്നപ്പോൾ ഇങ്ങനെ ചേച്ചിമാര് തമ്മിൽ പറയുന്നത് കേട്ടു, ഫസ്റ്റ് ഇയേഴ്സിന് നന്നായി ലീവ് കൊടുക്കാറുണ്ടല്ലോ എന്ന്. അത് കേട്ടപ്പം എനിക്ക് ബുദ്ധിയതിച്ചു. ഞാനാണെങ്കിൽ ഞങ്ങൾ 3 ബസ്സുകളായിട്ടാണ് പോകുന്നത്. എല്ലാ ബസ്സിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തു. ഇന്ന് ഫസ്റ്റ് ഇയേഴ്സ് ആരും പണിയെടുക്കുന്നില്ല, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു. അപ്പം എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴേ ഇവിടെ ഫേസ് എങ്ങനെ ഇരിക്കുന്നു, ഇവ ഏത് പോവുക, ഒരു വകയും ഇവളെ പറ്റി അറിയത്തില്ല എന്ന് പറഞ്ഞാലും ലീവ് വേണം. എന്നിട്ട് ഈ പിള്ളേരെ എല്ലാം കൂടെ കൂട്ടി ഫസ്റ്റ് ഇയർ പിള്ളേരെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു വരാന്തയിൽ നിന്നും കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പളും ഡയറക്ടറും ടീച്ചേഴ്സും എല്ലാം കൂടെ വന്നു. എല്ലാവരും പിരിഞ്ഞു ഡ്യൂട്ടിക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ ഒരുത്തിയും മിണ്ടുന്നില്ല. എല്ലാത്തും ടീച്ചേഴ്സിനെ ഇമ്പ്രസ് ചെയ്തിട്ട് ഒരുത്തിയും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് തുടങ്ങി, എനിക്ക് എങ്ങനെയായാലും ലീവ് കിട്ടണമല്ലോ. ഞാൻ അങ്ങോട്ട് തുടങ്ങി, എനിക്ക് കൊച്ചിൻ്റെ പേര് പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ സാറാന്ന് തന്നെ എൻ്റെ തന്നെ പറയാം. ഞാൻ ഇങ്ങോട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി, ഞങ്ങളുടെ സാറ് മരിച്ചിട്ട് ഞങ്ങൾ പണിയെടുക്കണമെന്നോ എന്തുവായി പറയുന്നത്, ഞങ്ങൾക്ക് എന്ത് പരിഹരിക്കേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ സാറേ കാണണം എന്നും പറയാൻ കിടന്ന് അലച്ചു വിളിച്ചു. ഇത് കേൾക്കുകയും മലയാളികളായി 1-2 എൻ്റെ കൂട്ടുകാർ അതെ സാറയോട് ഇന്നലെയും കൂടെ മിണ്ടിയോടെന്നും പറഞ്ഞ് ഇവളുമാരും കിടന്നലച്ചു. അങ്ങനെ ലാസ്റ്റ് പ്രിൻസിപ്പൾ ആണെങ്കിൽ പറഞ്ഞു, ഐ വിൽ മീറ്റ് യു ഓൾ ഇൻ യുവർ ഹോസ്റ്റൽ, യു ക്യാൻ ഗോ ടു യുവർ ഹോസ്റ്റൽ, ഐ വിൽ അറേഞ്ച് ബസ് എന്ന് പറഞ്ഞ് ബസ്സെ കയറ്റി ഞങ്ങളെയെല്ലാം നമ്മുടെ ഹോസ്റ്റലിൽ വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പം ആ ഹോസ്റ്റലിൽ പ്രിൻസിപ്പൾ വന്ന് കണ്ടപ്പോഴും ഞങ്ങൾക്ക് ലീവ്. അപ്പോൾ പറഞ്ഞു, ഓക്കെ ഇന്ന് ലീവ് തന്നിരിക്കുന്നു. ഉടനെ ഞാനിങ്ങ് കയറി വിളിച്ചു, നോ വി വാണ്ട് അറ്റ്ലീസ്റ്റ് 1 വീക്ക് ലീവ്, ഈ ഡ്രോമേന്ന് റിക്കവർ ആവാൻ ഞാൻ വീട്ടിൽ പോകണം, എനിക്ക് അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞ് അലച്ചു വിളിച്ചപ്പം എല്ലാം കൂടെ കിടന്ന് അലച്ചു വിളിച്ചു. എൻ്റെ പ്രിൻസിപ്പൾ എന്നെ ആട്ടിമുടിയെന്ന് നോക്കിയിട്ട് പറഞ്ഞു, ലീവ് ഗ്രാൻഡഡ്. ആ നോട്ടത്തിൻ്റെ അർത്ഥം പിന്നെ ഞാൻ 4 കൊല്ലവും അനുഭവിച്ചു. അങ്ങനെ എല്ലാ പിള്ളേരുടെയും വീട്ടുകാരെ വിളിച്ച് ഇൻഫോം ചെയ്തു. പിറ്റേ ദിവസം തന്നെ അവർ വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അന്ന് ഹോസ്റ്റലിൽ പോലീസെല്ലാം വന്ന് സെർച്ചിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വാർഡൻ പറഞ്ഞു, ധൈര്യമുള്ള ആരെങ്കിലും, എല്ലാ പിള്ളേർക്കും ഭയങ്കര പേടിയായിപ്പോയി, പ്രായതുകൊണ്ട് അതുകൊണ്ട് ഇതെന്നു പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടിയും. അപ്പോൾ നമുക്ക് ഷോ കാണിക്കാൻ വല്ലോ, ആ ഒരു ഷോയിൽ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ വാർഡൻ പറഞ്ഞു, എന്നാൽ അവളുടെ റൂമിൽ പോലീസുകാരെ വന്ന് പെട്ടി ഇതുമെല്ലാം നിരത്തിയിട്ടുണ്ട്, അതൊന്ന് അടുക്കി വെക്കണമെന്നും പറഞ്ഞ് ഒരൊറ്റത്താൽ തന്നെ അവർ ഏറ്റുവിട്ടു. ഞാൻ ചെന്ന് അടുക്കിപ്പെറുക്കി, അവളുടെ പെട്ടിയെല്ലാം അടുക്കിപ്പെറുക്കിക്കൊണ്ടിരുന്നു. അപ്പം ഒരു കവർ നിറച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരെ എഴുതുന്ന കാണിക്കണമല്ലോ എന്നും വെച്ച് ഞാൻ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ ഒരെണ്ണം അടിച്ചു മാറ്റി പോക്കറ്റിലിട്ടിട്ട് ഞാനാണെങ്കിൽ എൻ്റെ റൂമിൽ കൊണ്ട് വന്നിട്ട് അതാണെങ്കിൽ എൻ്റെ ഷെൽഫേ വെച്ചു. ഷെൽഫ് എന്ന് പറഞ്ഞാൽ ഡോറൊന്നുമില്ല, ചുമ്മാ ഓപ്പൺ ഷെൽഫാ, അതേലോട്ട് വെച്ചിട്ട് നീന്തുന്ന പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം എൻ്റെ റൂമിലുള്ള പിള്ളേരെല്ലാം അവരുടെ ഫ്രണ്ട്സിൻ്റെ റൂമിൽ പോയിരിക്കുകയാണ്, ഭയങ്കര പേടിയായതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പുച്ഛിച്ച് വായന വിട്ടേക്കോ, പിന്നെ പ്രായം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മനസ്സിൽ പേടിയുണ്ട്. ഇത് വെട്ടിയ മഴയെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വീട് കാണുന്ന എൻ്റെ ആ ബാച്ചിലുള്ള പിള്ളേർക്ക് എല്ലാം ഓർമ്മ ഉണ്ടാക്കും. ഇത് വെട്ടിയ മഴ എന്ത് പെയ്യുവാണ്. അപ്പം ഞങ്ങളുടെ നടുക്കളത്തിൽ ആ സ്റ്റഡി ഹോളൊക്കെ വെള്ളം കയറാൻ തുടങ്ങി, മേളിന്ന് വീണ്. അതുപോലെ സ്റ്റഡി ഹോളിൻ്റെ മണ്ട ഓട്ടയാണ്. ഇപ്പോഴാണ് ഷീറ്റൊക്കെ ഇട്ടത്, പണ്ട് ഷീറ്റൊന്നുമില്ല. അപ്പം വെള്ളം വരാൻ തുടങ്ങി. അപ്പം ആ സ്റ്റഡി ഹോളിൻ്റെ ഓപ്പോസിറ്റാണ് എൻ്റെ റൂം, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് മലയാളികൾ ബാക്കിയുള്ള റൂം, അവിടെയാണ് ബാക്കിയുള്ള മലയാളികൾ മൊത്തം. അപ്പം ഞാനാണെങ്കിൽ ഈ ഇടി വെട്ടിയ മഴ പെയ്യുമ്പോൾ ചെറിയൊരു പേടിയുണ്ടെന്ന് പറഞ്ഞാലും ഞാനിങ്ങനെ നീണ്ടു നിവർന്ന് കിടന്നപ്പോഴത്തേക്കിനും വേണ്ട ആ ഫോട്ടോ കാറ്റടിച്ച് ആദ്യം തറയിലോട്ട് വീണു. അപ്പോഴേ ഞാൻ ചാടി ഒരു മൂലയിലിരുന്ന് കട്ടിലില്ലേ, കാരണം
പ്രേതത്തെ പണ്ടും ഇന്നും എന്നും പേടിയാണ്. പക്ഷെ അത് വെളിയിൽ എൻ്റെ ഒരു ജാടയ്ക്ക് കാണിച്ചിട്ടില്ലെന്നേ ഉള്ളായിരുന്നു. ഈ സാധനം അങ്ങോട്ട് തറയിലോട്ട് വീണിട്ട് ഒരു കാറ്റടയും ഡോർ വന്ന് പട്ടാക്ക് 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 അതാണെങ്കിൽ ഇരുന്ന് വിറക്കിവ. വിറച്ച് എൻ്റെ നെഞ്ചി മുള്ളിയൊന്നും കൂടെ തോന്നി. എനിക്ക് അറിഞ്ഞുവിടാം. ഞാൻ അമ്മാരി പേടിച്ച് കിടുങ്ങി വിറച്ച്. ഒരു ഇടിവെട്ടും ഈ ഫോട്ടോ കാറ്റിന്റെ ഇതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഇരുന്ന് ചിന്തിക്കുമ്പം എനിക്ക് മനസ്സിലാവും. പക്ഷെ അന്ന് എന്റെ വിചാരം അത് പ്രേതം കയറിയതായിരുന്നു. ആ ഫോട്ടോ അവിടുന്ന് നിരങ്ങി എന്റെ ബെഡിന്റെ കീഴെ വന്നത് മാത്രം ഓർമ്മയുണ്ട്. ഞാൻ കാറിൽ നിന്ന് വന്നാൽ കൊല്ലാൻ തരുന്ന പോലെ കാറ് ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി. ആ നടുക്കളത്തിലെ ആ വെള്ളത്തിൽ അലച്ചും തല്ലി അവിടെ വീണ് അവിടുന്നും കിടന്ന് പെടച്ചുള്ളി കാറിൽ വാർഡൻ എന്നെ പൊക്കിക്കൊണ്ട് പിന്നെ ബാക്കി മലയാളികളുടെ റൂമിൽ കൊണ്ടിരുത്തുമായിരുന്നു. അങ്ങനെ ഞാൻ ആ പേടിയും ഈ ബഹളവും എല്ലാം കഴിഞ്ഞ് ഒരാഴ്ചത്തെ ലീവിന് വീട്ടിലോട്ട് അങ്ങോട്ട് ചെന്ന് കയറുകയും അവിടെ ഞാൻ ഈ പ്രദേശത്തെ കണ്ടത് അത് പേടിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനാണെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞു എൻ്റെ ഒരൊറ്റൊരാളുടെ നേതൃത്വത്തിലാണോ ഞങ്ങൾക്ക് ലീവ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ഷോ ഇറക്കുകയും എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞ മോളെ നീ ഇനി അവരുടെ നോട്ടപ്പുള്ളിയാണ്, നിനക്ക് തനിക്ക് താനുള്ളതൊക്കെ കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അതൊരു സത്യവുമായിരുന്നു. കല്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരാഴ്ച വീട്ടിൽ അടിച്ചു പൊളിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടാത്ത പ്രതീക്ഷാതിരുത്തി ലീവല്ലേ അടിച്ചു പൊളിയത് കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ പൊന്നെ മൊത്തം പേടി, എല്ലാത്തിനും പേടി. 6 പേരാണ് ഒരു റൂമിൽ. അപ്പം നമ്മുടെ മലയാളികളുടെ ഒരു റൂമിൽ ബൈബിളും ഭഗവത്ഗീതയും എന്നൊക്കെ ഉണ്ടാവും. അതെല്ലാം നിരത്തി വെച്ചിട്ട് എല്ലാ മലയാളികളുടെ ഒരു റൂമിലാണ്. പിന്നെ കുടിയും കിടപ്പും താമസവും എല്ലാം. കാരണം എല്ലാത്തിനും പേടിയാണ്. അതായത് ഒരാൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും കയ്യും പിടിച്ച് നേരം 10 പേരൊക്കെ വെച്ചാണ് ടോയ്ലറ്റിൽ പോകുന്നത്. ഞങ്ങൾ 10 ടോയ്ലറ്റ് 8 ടോയ്ലറ്റ് എങ്ങാണ്ട് ഒരുമിച്ചായിരുന്നു. എല്ലാവരും ഒരേ സമയം ടോയ്ലറ്റിൽ കയറുമ്പം മുള്ളിൽ കഴിയുമ്പം എടേ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുമ്പം എല്ലാവരും ഓക്കെ എന്ന് പറയുമ്പോഴേ തുറന്നിറങ്ങുള്ളൂ. ഒരുമിച്ച് കൈ എഴുതുന്നു, ഒരുമിച്ച് ഈ കൈ മുഴുക്കെ പിടിച്ചേക്കുവാ. രാത്രിയാകുമ്പം എല്ലാ അതുമ്മളുടെ പായും എല്ലാം പിടിച്ച് താഴെ കുത്തിക്കിറങ്ങിയാണ് കിടക്കുന്നത്. ഒറ്റ എണ്ണത്തിന് പോലും അറ്റത്ത് കിടക്കണ്ട. പിന്നെ വയോരം പിടിച്ച് 2 പേരും ഒരടുത്ത് കിടക്കും. എല്ലാവരും അങ്ങോട്ട് കൊണ്ട് പൊരിഞ്ഞ് തെറിഞ്ഞ് മുഴക്ക് വാറ്റിയും എല്ലാവർക്കും നടുക്ക് കിടക്കണം. അപ്പോഴായിരിക്കും രാത്രി 2 മണിക്ക് ഈ തമിഴ്വിളരെ കണ്ടിട്ടുണ്ട് ഹോസ്റ്റൽ വഴി നടക്കുന്നത് എങ്ങനെയാണ്. ചെലങ്ക പോലത്തെ കൊടിച്ചിട്ട് ചിൽ 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 എന്ന് പറഞ്ഞ് കഥകിൻ്റെ അതുവഴി പോകും. അപ്പത്തേക്കും ഒഴുതി പറയും നിങ്ങളാരെങ്കിലും ചെലങ്കയുടെ ഒച്ച കേട്ടോട്ടെ നമ്മൾ ഇതായിരിക്കും പറയും. ഞങ്ങളെ കേട്ട് അപ്പത്തേക്ക് ഇവിടുമാര് ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ച് ഓടുന്നതായിരിക്കും. ചിൽ 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 എന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങളവിടെ എന്ന് പറഞ്ഞു കാറും വാർഡം വന്ന് പുകയ്ക്ക്. ഇതായിരുന്നു 1 മാസം ആ ഹോസ്റ്റലിൻ്റെ അവസ്ഥ. ഗതികേടെന്ന് പറയട്ടെ, ഈ കൊച്ചിൻ്റെ റൂമിൻ്റെ അപ്പുറത്താണ് മേളിലോട്ടുള്ള സ്റ്റെപ്പ് പോലും. മെസ്സിൽ പോകണമെങ്കിൽ പോലും ആ റൂമിലോട്ട് നോക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. പേടിയുടെ ദിവസങ്ങളായിരുന്നു. എൻ്റെ ഭയം ചോർന്നു പോകാതെ പലതവണ ഞാൻ ശ്രമിച്ചെങ്കിലും 1 or 2 തുള്ളിയായി പല ചോർന്നു പോയിട്ടുണ്ട്. എൻ്റെ കൂടെ ഉള്ളവരെ ഏറ്റവും വലിയ ഫേസ് ചെയ്തെന്ന് പ്രൗഡ് ഡാൻസ് ഒത്തിരി കുളിക്കണമല്ല ചിലവരുമാരൊക്കെ ഒരുമിച്ചാണ് കുളി പോലും. പിന്നെ എനിക്കതൊരു നിർബന്ധമില്ലാത്ത കാര്യമായിരുന്നത് കൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ മാത്രം ഞാൻ എസ്കേപ്പ് ആയിരുന്നു. ഇനിയും ഉണ്ട് ഇതിനെപ്പറ്റി പറയാൻ. ഹോമം ചെയ്തു ഹോസ്റ്റലിൽ, അതും എൻ്റെ കഥ.